പാത്രത്തിലോട്ട് നമ്മളിടുമോ? ഇല്ല. കഴുകി വൃത്തിയാക്കി നല്ല പാത്രത്തിലോട്ട് എന്ന് പറയുന്ന പോലെ നല്ലത്. പക്ഷെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. വി എന്നുള്ളത് നേരെ തിരിച്ച് അശുദ്ധിയായപ്പോൾ കപ്പ് ഇങ്ങനെയാണെങ്കിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഹോളിനെസ് ഒഴിക്കുന്നുണ്ടെങ്കിൽ താത്ത തട്ടി വെളിയിലെല്ലാം പോകും. ദുർവ്യങ്ങൾ. നമ്മൾ ആ കപ്പ് ഇങ്ങനെ വയ്ക്കുക, കഴുകി വൃത്തിയാക്കി. അതാണ് വേറെ ഈ ഹോളിനെസ്. ഈ ബദൽ എന്ന് പറഞ്ഞ വേർഡ് ടെറുമേ കൂടെ ഇത് തിരിച്ചിടുമ്പം വരുന്നതിൻ്റെ അർത്ഥം അങ്ങനെ. അതിൻ്റെ ഷഫാഖ് എന്ന് പറയും. ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു പാത്രം കഴുകി വൃത്തിയാക്കിയ പാത്രത്തിൽ ഹോളിനെസ് പോർ ചെയ്ത് ഇടുന്നതായിട്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത് ബേൻ. ബേൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച. പക്ഷേ ഞാനത് പറയാം. ബെൻ അല്ല, BEN എന്ന് പറയുന്നത് മകൻ എന്നുള്ള അർത്ഥം. BEIN എന്നുള്ളത് എൻ്റെ അർത്ഥം ബിറ്റ്വീൻ. മനസ്സിലായി? ബിറ്റ്വീൻ വാട്ടർ എന്നുള്ള എൻ്റെ അർത്ഥം ബെയിൻ. ഓക്കെ, അപ്പം സ്പ്ലിറ്റ് ചെയ്യുന്ന ഇതായിട്ടാണ് കാണിക്കുന്നത്. മേളത്തെ വെള്ളം. ഈ മേളത്തെ വെള്ളം എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഹെവൻലി, സ്പിരിച്വൽ, ഏഞ്ചലിക് എന്ന് പറയുമ്പോൾ പിന്നെ എഗെയിൻ തെറ്റിദ്ധരിക്കുക. ദൂതന്മാർ മാത്രമല്ല, അഡോണായ് സബോത്ത്. ഓക്കെ, പ്ലാനറ്ററി സിസ്റ്റം. ഓക്കെ, ആ പ്ലാനറ്ററി സിസ്റ്റം നമുക്ക് 3 നമ്മളവർക്ക് 3 ഒരു പ്രയോജനമില്ല, ചുമ്മാ കറങ്ങുന്നത്. പക്ഷെ അതും നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അപ്പം ഈവൻ ഈ എല്ലാ പ്ലാനറ്ററി ഇതും നമുക്ക് നമ്മുടെ എർത്തിനെ ദൈവം അത്ര അതിശയകരമായിട്ടാണ് ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, മറ്റുള്ള ഓരോ ക്രിയേഷനും നടത്തിക്കുന്നത്. ലോവർ ഇത് വരുമ്പം എർത്തലി, ഫിസിക്കൽ, ഇമോഷണൽ. ഇപ്പം ഈ 3 കാര്യം കോട്ടയാട് ഹോളീസ് ഓഫ് ഹോളീസ് വരുന്നത് നമ്മുടെ ബോഡി, സോൾ, സ്പിരിറ്റായിട്ടും അതിനെ തിരിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, അതേപോലൊക്കെ അങ്ങനെ നമ്മുടെ സോളിൻ്റെ അകത്തുള്ള 3 ഇച്ഛകളെപ്പറ്റി, ഇമോഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ വ്യാഖ്യാനിക്കാൻ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ ഒത്തിരി സമയം പോകും. ഇപ്പം തന്നെ 1 മണിക്കൂർ 32 മിനിറ്റുമായി. ഓക്കെ, അടുത്തത് ബെയിൻ. നമ്മൾ ആസാം നമ്മൾ ഓൾറെഡി പഠിച്ചു. ദൈവത്തിൻ്റെ ബാറ ഓർത്തോണം, ഓൾവേസ് ഇറ്റ്സ് ഫോർ ഗാഡ്. ആസാം നമുക്കും ഫാഷൻ ചെയ്തു എന്നുള്ളതിൻ്റെ അർത്ഥം. സമാഗമന കൂടാരത്തിൽ ബസലിയലിനെ ദൈവം അത്ഭുതമായ ജ്ഞാനം കൊടുത്ത് ഗോൾഡ് അടിച്ച് പരത്തി തിൻ ഷീറ്റാക്കി ഫാഷൻ ചെയ്തപ്പോൾ നമ്മുടെ ദൈവം ഫാഷൻ ചെയ്ത് നമുക്ക് വേണ്ടി, നമ്മുടെ ഇതിനു വേണ്ടി മേലുള്ള വെള്ളത്തെയും കീഴിലുള്ള വെള്ളത്തെയും സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലായി, ഫാഷൻ ചെയ്തു. ആദ്യം വിളിച്ചു ദൈവം, കൽപ്പന കൊടുത്തു, പിന്നെ അത് ഫാഷൻ വരുത്തി, പിന്നെ അതിനെ വിളിച്ച് വേർതിരിക്കുന്നു. വൈക്കറ അത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കണ്ടതാണെങ്കിലും വേറൊരു രീതി വരുന്നതാണ് മേആൽ. അത് ബി അപ്പോൺ. നമ്മൾ മുമ്പേ കഴിച്ചു. മേആൽ പഠിച്ചത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഹ, ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയുടെ മേൽ പരിവർത്തിച്ചു. ടു ബി അപ്പോൺ എന്ന് മനസ്സിലായി. ടു ബി അപ്പോൺ എബവ് എന്ന് പറഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്യുക, ഭൂമിയുടെ മണ്ടയ്ക്ക് പരിവർത്തിച്ചു എന്നുള്ള ആ ഒരു വേർഡാണ് മേആൽ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന വൈഹിഖീൻ. അത് മുമ്പ് നമ്മൾ മലയാളത്തിൽ വായിച്ചപ്പോഴും അത് ഉണ്ടായി. അങ്ങനെ സംഭവിച്ചു മലയാളത്തിൽ വായിച്ചപ്പോൾ. ഇവിടെ വൈഹിഖീൻ. ആൻഡ് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ആൻഡ് ഇറ്റ് വാസ് സോ. അതൊരു എന്താ പറയുക, ഒരു സീൽ, ദൈവത്തിൻ്റെ ഒരു മുദ്രയാണ്. മനസ്സിലായി? ദൈവം ആദ്യം പറഞ്ഞു, ഫാഷൻ ചെയ്തു, അത് ഫാഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മുദ്രയിടുക. ലൈക്കിന് ദൈവത്തിൻ്റെ മുദ്ര അതിൻ്റെ മേൽ പതിക്കുന്നു. അത് സ്ട്രോങ് ഒരു വേർഡാണ്. അതിന്
ദ വൺ ഹൂ എക്സിക്യൂട്ട് ദ വേർഡ് ഓഫ് ഗാഡ്. ഈ ഒരു വേർഡിൻ്റെ സിമ്പിൾ വേർഡാണ് നമ്മൾ പറയുന്നത് ആമേൻ. മനസ്സിലായോ? നമ്മൾ ഓരോ വാക്യങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആമേൻ എന്ന് പറയുന്നത് ദൈവം മുദ്രയിടുന്ന പോലെ, ഇറ്റ് വാസ് സോ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മുദ്രയിടുന്നതാണ് ആമേൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ എപ്പോഴും ഓർക്കണം. പ്രൈസ് ദ ലോർഡ് എന്നുള്ളതിൻ്റെ ഹല്ലേൽ പ്രൈസ് യാഹ് ദൈവം. ഓക്കെ, ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ്, അല്ല ഗ്ലോറി ടു ഗാഡ്, ദൈവത്തിന്. അതിൻ്റെ ഒരു വൺ വേർഡാണ് ഹല്ലേലൂയ. മനസ്സിലായോ? അത് ഹീബ്രുവിലുള്ള ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ ഇറ്റ് വാസ് സോ, അങ്ങനെ സംഭവിച്ചു. ദൈവത്തിൻ്റെ നാമം അതേപോലത്തെ സംഭവിക്കട്ടെ. ആ ഒരു ഇതിൻ്റെ ഒറ്റ വേർഡിലുള്ളതാണ് ആമേൻ എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ വൈക്ര എല്ലാം നമ്മൾ വായിച്ചു. എക്സഡസിൻ്റെ ഹീബ്രു വേർഡ്സ് പറഞ്ഞാൽ വൈക്ര, ടു ബി കോൾഡ്, വിളിച്ചു വേർതിരിച്ചു. മനസ്സിലായോ? ദൈവം വിളിച്ചു വെള്ളത്തെയും മറ്റേ വെള്ളത്തെയും വേർതിരിക്കുന്ന എങ്ങനെ? ത്രൂ റക്കിയ. ഓക്കെ, വെള്ളത്തിന് രണ്ട് വെള്ളങ്ങളുടെ നടുക്കായിട്ട് മിഡ്സ്റ്റ്, ബെറ്റോക്ക്, മിഡ്സ്റ്റിൽ റക്കിയ വെച്ച് മേളത്തെ വെള്ളവും താഴത്തെ വെള്ളവും തമ്മിൽ ഇങ്ങനൊരു ഇത് വെള്ളത്തെ ഇങ്ങനെ ആക്കി വയ്ക്കുക. മേളിലും വെള്ളം താഴെയും വെള്ളം. മനസ്സിലായി? ഇതിൻ്റെ മുമ്പിൽ ഇനിയും ഭൂമി ഇവിടെ ഇനി കുറച്ച് അടുത്തതിൻ്റെ അത് വരുമ്പോൾ ഭൂമി പൊങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് കൽപ്പിക്കും. മനസ്സിലായി? അപ്പം മിഡ്സ്റ്റ് ഇത് ചെയ്തിട്ട് ഇറക്കിയ, മനസ്സിലായി? വിളിച്ച് വേർതിരിച്ചു എന്നുള്ള വൈക്ര എന്ന് പറഞ്ഞാൽ ടു ബി കോൾഡ്. ഓക്കെ, അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മളത് കഴിഞ്ഞ് റക്കിയ ഷമായും, അതിനെ എന്ത് വിളിച്ചു? സ്കൈ എന്ന്. മേളത്തെ ഭാഗത്തിനെ വിളിച്ചു വേർതിരിച്ച് ഫാഷൻ ചെയ്തിട്ട് ആ മേളത്തെ ഭാഗത്തിനെ എന്ത് വിളിച്ചു? സ്കൈ എന്ന് പറഞ്ഞ് പേരും കൊടുത്തു. മനസ്സിലായി? പേർ ചൊല്ലി വിളിച്ച്, നമ്മുടെ പേർ ചൊല്ലി വിളിച്ച ദൈവം എന്നുള്ള രീതിയിലുള്ള വൈക്ര എലോഹിം എന്ന് പറഞ്ഞിട്ട് യഖറ എന്ന് പറഞ്ഞിട്ട് ഷമായി എന്തോ വെച്ചു ലറക്കിയ ഷമായി, മേലുള്ള ലറക്കിയ ആ വിധാനത്തെ ഇത്. കാരണം താഴെയുള്ള വിധാനത്തെ എന്താ വിളിക്കാത്തത്? അടുത്ത ഭൂമി വരുന്നുണ്ട് 3-ാം ദിവസം. അതുകൊണ്ടാണ് അതിനെങ്ങനെ. അത് കഴിഞ്ഞ് വൈഹി ഏരവ്, നമ്മളത് ലാസ്റ്റ് വായിച്ചു. വൈഹി ഏരവ്, വൈഹി ബൊഖേർ യോം ശനി. വൈഹി ഏരവ് എന്ന് വെച്ചാൽ ഈവനിങ് എന്താ? വെളിച്ചവും ഇരുളും തമ്മിലുള്ള മിക്സ്ചർ. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ബൊക്കേർ എന്തുവാ? മോർണിംഗ്, രാത്രിയും പകലും തമ്മിലുള്ള മിക്സ്ചർ. മനസ്സിലായോ? അത് രണ്ട് മിക്സ്ചറായി 2-ാം ദിവസം. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ 1-ാം ദിവസം എന്തോ പഠിച്ചു? വെളിച്ചവും ഇരുളും തമ്മിൽ മാറ്റി ദൈവം സെപ്പറേറ്റ്. ഈ സെപ്പറേഷൻ ആദ്യം ആരും ഉണ്ടാക്കി? ഇതാവും ദൈവം. ഞാനല്ല, മറ്റേ ആൾക്കാരാരുമല്ല, മറ്റേ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് ചെയ്ത് ആരുമല്ല, ദൈവമാണ് ഉണ്ടാക്കി. ദൈവം കീപ്പ് ചെയ്തതാണ് സെപ്പറേഷൻ. നമ്മൾ ഇന്ന് പഠിച്ചത് ആ സെപ്പറേഷൻ കീപ്പ് ചെയ്തിട്ട് ആ വെളിച്ചത്തെ ഷെക്കേനയായിട്ട് ലൈറ്റ് ഓഫ് ദ ജീസസ് ഇസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് കെയിം ടു ദ എർത്ത് ടു സേവ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് റക്കിയ, മേലുള്ള വെള്ളത്തെ താഴെയുള്ള വെള്ളത്തെ ദൈവം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ വിളിച്ചു. ആ സെപ്പറേഷൻ, മേലുള്ള സെപ്പറേഷനെ റക്കിയയ്ക്ക് ഫണ്ടമെൻറ്റിനെ സ്കൈ എന്ന ദൈവം പേർ ചൊല്ലി വിളിച്ചു. മനസ്സിലായി? ആ റക്കിയയ്ക്ക് 4 പാർട്സും, ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ 4 പാർട്സ് ഉണ്ടെന്നും ആ പാർട്സ് വന്നു. അത് വെയിലാണെന്നും നമ്മൾ പഠിച്ചു. ആ വെയിൽ തിരശ്ശീല കീറി വൺസ് ആൻഡ് ഫോർ ഓൾ, ഒരിക്കലായിട്ട് മോസ്റ്റ് ഹോളി പ്ലേസിൽ പോകേണ്ട മഹാപുരോഹിതൻ യോം കിപ്പൂർ എന്ന് പറഞ്ഞ ദിവസം, ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, മഹാപുരോഹിതൻ മോസ്റ്റ് ഹോളി പ്ലേസിൽ പോകേണ്ട ആ മഹാപുരോഹിതൻ നമ്മളുടെ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ ടാബർനാക്കിളായ നമ്മുടെ സമാഗമനം കൂടെ നമ്മുടെ ടാബർനാക്കിളായ ദൈവം ഭൂമിയിൽ വന്ന് ഭൂമിയും
എർത്തും ഹെവനും ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ് ടാബർനാക്കിൾ, ടെമ്പിൾ. ഇത് വി ആർ ദ ക്രിസ്തുവാണ് ടാബർനാക്കിൾ, വൺസ് ആൻഡ് ഫോർ ഓൾ. ഇതെല്ലാം ഇറക്കിയും പിയേഴ്സ് ചെയ്ത് മോസ്റ്റ് ഹോളി പ്ലേസിൽ പോയി നമ്മുടെ പിതാവിൻ്റെ വലത്തുഭാഗത്തേക്കാണ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി എന്തോ ചെയ്യുക? പക്ഷപാതം ചെയ്യുക. ആ സമാഗമന കൂടാരത്തിൻ്റെ ഷോ ബ്രെഡ് ലൈറ്റ്. ജീസസ് ഇസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ജീസസ് ഇസ് ദ ബ്രെഡ് ഓഫ് ദ ജീസസ് ഇസ് ദ ഇൻസെൻസ്. ഇത് പക്ഷപാതം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക പിതാവിൻ്റെ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. ആ നല്ല മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഭൂമി വന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു സ്വർഗത്തിൽ ചെന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി. ഓക്കെ, അപ്പം റക്കിയ നമ്മൾ പഠിച്ചു. അതൊരു സിംബലിസം ഓഫ് ടാബർനാക്കിൾ. ഹൂ ഇസ് ദ ടാബർനാക്കിൾ? ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ടാബർനാക്കിൾ. ആൻഡ് ആ ടാബർനാക്കിളിനകത്ത് അതുകൊണ്ടാണ് കിങ്ഡം ഓഫ് ഗാഡ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഈ കിങ്ഡം ഓഫ് ഗാഡിലോട്ട് നമ്മളെ ആക്കി, അന്ധകാരത്തിൽ കിടന്ന് വെളിച്ചത്തിന് കിങ്ഡം ഓഫ് ഗാഡിലോട്ട് നമ്മളെ ആക്കി. ഇനി എന്ത് കൊടുക്കണം? സൽഗുണം പ്രവേശിക്കണം. ഓക്കെ, അപ്പം ത്രൂ കീപ്പ് അവർ സെപ്പറേഷൻ. പ്ലീസ് ഞാനെല്ലാം ഉണ്ടാക്കി. കീപ്പ് യുവർ സെപ്പറേഷൻ. ഗീവ് വർഷിപ്പ് ടു ഗാഡ്. ത്രൂ സെപ്പറേഷൻ ഗീവ് വർഷിപ്പ് ടു ഗാഡ്. ഓക്കെ, ക്രിസ്തുവിൽ സമ്പൂർണ്ണരായിരിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുനിൽക്കാം. നിങ്ങൾ പോയി ഹോംവർക്ക് ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം നമ്മളിന്ന് പഠിച്ചത് എല്ലാം ഒന്നുകൂടെ നമ്മളിത് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവേ, ഇന്നത്തെ ഈ പാൽക്കാലം ഞങ്ങൾക്ക് അപ്പച്ചൻ്റെ സ്ഥലത്തിൽ കടന്നു വരുവാനും ഞങ്ങൾക്ക് ദൈവമേ റക്കിയെ പറ്റി പഠിക്കാനിടയാക്കിയല്ലോ, സെപ്പറേഷനെ പറ്റി പഠിക്കാനിടയാക്കിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ ത്രൂ സെപ്പറേഷൻ ഞങ്ങൾക്കൊരു വർഷിപ്പായിട്ട് കാണുവാനാക്കണമേ. ജനങ്ങളുമായിട്ട് ദൈവമേ ഒരു കോൺഫ്ലിക്റ്റ് അല്ല, എന്നാൽ ഒരു ഞങ്ങളിലൊരു ക്ലാറ്റ്. ഞങ്ങളാരാന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങളാണെന്ന് മനസ്സിലാക്കി ത്രൂ ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് വരും. രക്ഷയുടെ സന്തോഷം ഞങ്ങളിൽ വരുവാനും ദൈവമേ അച്ഛനെ അക്സെപ്റ്റ് ചെയ്യുവാനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമേ ഞങ്ങൾക്ക് ഒരു വേർതിരിഞ്ഞ് ത്രൂ അവർ സെപ്പറേഷൻ വി ഗീവ് ഗ്ലോറി ടു ഗാഡ്. ഞങ്ങളുടെ സെപ്പറേഷനെ ദൈവമേ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാം. ആ ദൂതൻ ടൈറിലെ ദൂതൻ ദൈവമേ ദൈവത്തിൻ്റെ വിസ്റ്റത്തെ ദൈവമേ ട്വിസ്റ്റ് ചെയ്ത് സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തതുപോലെ ഞങ്ങൾ അങ്ങനെ ചെയ്യാതെ ത്രൂ സെപ്പറേഷൻ വി ഗീവ് ഗ്ലോറി ടു ഗാഡ്. ദൈവത്തിന് സ്തുതിയും മാനവും മഹത്വവും കൊടുക്കുകയാണ്. ഞങ്ങളിൽ പ്രകാശിതമാകുന്ന ലൈറ്റ് ദൈവമേ ഞങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുമാനമാക്കണമേ. ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ത്രൂ സെപ്പറേഷൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഞങ്ങളുടെ മഹാപുരോഹിതനായി ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വന്നു, ഞങ്ങളുടെ ടാബർനാക്കിളായി ഞങ്ങളുടെ ഭൂമിയിൽ വന്നു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. വൺസ് ആൻഡ് ഫോർ ഓൾ ഞങ്ങൾക്കായിട്ട് മരിച്ചു. ഇനി വേറൊരു ഈ യാഗമില്ല, പാപം ഒന്നുമില്ല. ഇനി വേറൊരു യാഗം ഞങ്ങൾക്ക് വേണ്ടിയില്ല. ആ യാഗമായി തീർന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ഓരോ ദിവസം കഴിക്കുന്നതിനായ സ്വന്തം ഞങ്ങളുടെ ജീവിതം വന്ന തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിക്കണം. കേൾക്കുന്ന വചനത്തെ ദൈവമേ ഈ കേൾക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിവാടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുവാടാക്കണമേ, ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുവാടാക്കണമേ, വചനം ടെസ്റ്റ് ചെയ്യാൻ ഇടയാക്കരുത്. ത്രൂ സെപ്പറേഷൻ കീപ്പ് ചെയ്യാടാക്കണമേ. സെപ്പറേഷനിൽ കൂടെ ഞങ്ങൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ വചനങ്ങൾ ഇത്രത്തോളം സംസാരിക്കാൻ ദൈവമേ ഒരു കഴിവില്ലാത്ത എനിക്ക് ദൈവം തന്നല്ലോ. പരിശുദ്ധമാനാൽ ദൈവമേ എൻ്റെ ഹൃദയങ്ങളോട് സംസാരിക്കാടാക്കിയല്ലോ. ആ സംസാരിച്ച് ജനങ്ങളുടെ ഹൃദയത്തെ ആഴത്തിൽ പതിയുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൺഫ്യൂഷൻസ് ഉണ്ടാകരുതേ ദൈവമേ, എന്തൊരു വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാം അച്ഛൻ്റെ മാനത്തിനും മഹത്വത്തിനുമായി തീരുമാനിക്കണമേ. ദൈവമേ ക്രിസ്തുവാൽ എന്നല്ലോ ഞങ്ങളെ അന്ധകാരത്തേക്കിടെ ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ രക്ഷിച്ചത്. ആ സ്നേഹത്തോട് എപ്പോഴും ദൈവമേ ഞങ്ങൾക്ക് അച്ഛൻ്റെ സന്നിധിയിലായിരിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങൾക്ക് പഠിക്കാൻ ഇടയാക്കിയല്ലോ. തുടർന്നുള്ള ദൈവമേ ഇതിലും ദൈവമേ അച്ഛൻ വിശ്വസതയോടെ ഞങ്ങൾക്ക് ഓരോന്ന് വചനത്തിലെ ആഴങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനും വായിക്കാനും ഗ്രഹിക്കാനും പഠിക്കാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല
ആ കാര്യങ്ങളൊക്കെ ഫലം വയ്ക്കും. സ്ഥലം മാനം മാത്രം ശക്തി രാജ്യം സ്ഥലം ചോദിച്ചു ഈശാട്ടെ ആമേ.